ലേറ്റസ്റ്റ് ആയിട്ട് ശാന്തിവിള ദിനേശ് ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയ്ക്കകത്ത് ജോജു ജോർജിനെ പറ്റി കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. മെയിനായിട്ട് ഈ ഒരു ഷൂട്ടിംഗ് സെറ്റിലൊക്കെ വെച്ചിട്ട് ഈ ഒരു ജോജോ ജോർജ് ഉണ്ടെങ്കിൽ എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് എന്നുള്ളതിനെക്കുറിച്ചും പിന്നെ ഈ ഒരു ശമ്പളത്തെക്കുറിച്ചൊക്കെയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷൂട്ടിങ്ങിനൊക്കെ എന്തെങ്കിലും ദേഷ്യമോ കാര്യങ്ങളൊക്കെ വന്നു. ഇപ്പോൾ നമ്മൾ ഫോണിൽ സംസാരിക്കുമ്പോഴത്തേക്കും ഈ ഒരു ജോജോ ജോർജ് ഫോണിൽ സംസാരിക്കുമ്പോൾ ആരുടെ അടുത്തെങ്കിലും ദേഷ്യം വരികയൊക്കെ ചെയ്താൽ ഉടനെ തന്നെ ഫോൺ തല്ലി പൊട്ടിക്കുക. അതുപോലെ തന്നെ ഷൂട്ടിംഗ് സെറ്റിൽ എന്തെങ്കിലും ദേഷ്യം എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഫോൺ എറിഞ്ഞ് പൊട്ടിക്കുക. അങ്ങനെ ഏകദേശം ഒരു ദിവസം തന്നെ 16ഓളം ഫോണുകൾ തല്ലി പൊട്ടിച്ചു എന്നുള്ളൊരു കാര്യം അത് കണ്ടു നിന്ന വ്യക്തിയാണ് തൻ്റെ അടുത്ത് പറഞ്ഞതെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഈ ഒരു ശാന്തിവിള ദിനേശ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ 5 കോടിയോളം ശമ്പളമൊക്കെ വാങ്ങുന്നുണ്ട് ഇപ്പം തന്നെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയും കുറേ കാര്യങ്ങൾ ഈ ഒരു ശാന്തിവിള ദിനേശ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് മറുപടിയായിട്ട് ജോജു ജോർജ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുറേയധികം വ്യാജമായിട്ടുള്ള വാർത്തകൾ എന്നെപ്പറ്റി വരുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് 16ഓളം ഫോണൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുന്നെന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാനൊക്കെ എന്തിനാ അത്രയും ഫോണൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുന്നത്? അതിനും മാത്രമൊക്കെ എന്താണ് പ്രശ്നം? പിന്നെ ഒരു ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചാൽ തന്നെ അതിൻ്റെ ഡേറ്റ അടുത്ത ഫോണിലേക്ക് മാറ്റാൻ സമയമെടുക്കും. അപ്പോഴത്തേനും ഒരു 16 ഫോണെന്നൊക്കെ പറയുമ്പോഴത്തേന് എന്ത് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഓരോന്ന് എന്നെപ്പറ്റി അനാവശ്യമായിട്ട് പറഞ്ഞുണ്ടാക്കുവാണ്. ഇതെല്ലാം സത്യമല്ല എന്നുള്ളതാണ് ജോജു പറഞ്ഞിട്ടുണ്ടായിരുന്നത്.